ഹായ് ഓൾ, ഇന്ന് നമ്മൾ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു അൽഗരിതംസ് യൂണിറ്റ് 1 ബേസിക്സ് ഓഫ് ആൻ അൽഗരിതം ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസിന്റെ റിമൈനിങ് ടോപ്പിക്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 3 ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇൻട്രൊഡക്ഷൻ, ഓബ്ജക്റ്റ്, എക്സാമ്പിൾ ഓഫ് ആൻ അൽഗോരിതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് അൽഗരിതംസ്, analysis and complexity of algorithms, types of problems. Basic building blocks of algorithms. ഇപ്പൊ നമുക്കറിയാം എന്താണ് അൽഗരിതംസ് എന്നുള്ളത്. കുറച്ച് ഇൻപുട്സ് യൂസ് ചെയ്ത് ഒരു എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നതായിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് സ്റ്റെപ്സിനെയാണ് നമ്മൾ അൽഗരിതം എന്ന് പറയുന്നത്. അൽഗരിതം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊസീജിയറൽ വേ ആണ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രൊസീജിയറൽ വേനെയാണ് നമ്മൾ അൽഗരിതം എന്ന് പറയുന്നത്. ബേസിക് ആയിട്ട് 5 ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് അൽഗരിതത്തിൽ വരുന്നത്. ഓക്കെ, കൺസിസ്റ്റ് ഓഫ് 5 ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ്: സീക്വൻസിങ്, സെലക്ഷൻ, ഐട്രേഷൻ, പ്രൊസീജിയർ ആൻഡ് റിക്കർഷൻ. ഇത്രയാണ് 5 ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, സീക്വൻസിങ്, സെലക്ഷൻ, ഐട്രേഷൻ, പ്രൊസീജിയർ ആൻഡ് റിക്കർഷൻ. എന്താണ് സീക്വൻസിങ് എന്ന് പറഞ്ഞാൽ? സീക്വൻസിങ് എന്ന് പറയുന്നത് നമുക്ക് കോമൺ നെയിം എന്ത് മനസ്സിലാക്കാം? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ഷൻസ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ആക്ഷൻസിനെയാണ് നമ്മൾ സീക്വൻസിങ് എന്ന് പറയുന്നത്. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സിക്യൂഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇൻ എ സ്പെസിഫിക് ഓർഡർ. ഒരു പ്രത്യേക ഓർഡറിൽ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സീക്വൻസിങ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്തു, അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ്, എന്നാൽ മാത്രമേ നമ്മൾ ഒരു കറക്റ്റ് ഔട്ട്പുട്ടിലേക്കും എത്തിച്ചേരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സീക്വൻസിങ് എന്ന് പറയുന്നത്. ദെൻ സെലക്ഷൻ. എന്താണ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ സെലക്ഷൻ എന്ന് പറയുന്നത്. എന്ത് ആക്ഷൻ ആണ് അടുത്തതായിട്ട് പെർഫോം ചെയ്യേണ്ടത്? ഒരു കണ്ടീഷൻ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ആക്ഷൻ ആണ് അടുത്തതായിട്ട് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ സെലക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് അറിയാം അല്ലെ? അഥവാ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ സ്വിച്ച് ഒരു സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇഫ്, എൽസ് തുടങ്ങിയതെല്ലാം കണ്ടീഷൻ ബേസ് ചെയ്ത് നമ്മൾ എന്താണ് അടുത്ത ആക്ഷൻ പെർഫോം ചെയ്യേണ്ടത് എന്ന് നിശ്ചയിക്കുന്നതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇഫ്, എൽസ്, സ്വിച്ച് തുടങ്ങിയവ. ഓക്കെ, സോ സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആണ്. ദെൻ ഐട്രേഷൻ. ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റെപ്പറ്റീഷൻ ഓർ ലൂപ്പിംഗ്. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്, ഒരേ പ്രോസസ്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഐട്രേഷൻ അഥവാ ലൂപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു സെറ്റ് ഓഫ് ആക്ഷൻസ് എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്യുന്നു അൺടിൽ എ കണ്ടീഷൻ ഇസ് മെറ്റ്. ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നിടം വരെ നമ്മൾ വീണ്ടും വീണ്ടും ആ സെറ്റ് ഓഫ് ആക്ഷൻസ് റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഐട്രേഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അൽഗരിതത്തിന്റെ എക്സാമ്പിൾ മനസ്സിലാക്കി. അതായത് യൂക്ലിഡ്സ് അൽഗരിതം മനസ്സിലാക്കിയായിരുന്നു അല്ലെ? 2 പോസിറ്റീവ് നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ 2 ഇന്റിജേഴ്സിന്റെ GCD ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഐട്രേഷൻ എന്നൊരു പ്രോസസ്സിലൂടെ കടന്നുപോയി. ഐട്രേഷൻ മാത്രമല്ല, സീക്വൻസിങ്, സെലക്ഷൻ, ഐട്രേഷൻ തുടങ്ങിയ എല്ലാ 5 ഫണ്ടമെന്റൽ ബ്ലോക്സിൽ വരുന്ന ഈ പറഞ്ഞ ഫണ്ടമെന്റൽ ബ്ലോക്സിലൂടെ എല്ലാം തന്നെ നമ്മൾ കടന്നുപോയി. സോ ഐട്രേഷൻ നമ്മൾ ആ ഒരു എക്സാമ്പിളിലേക്ക് ഒന്നുകൂടെ നോക്കുന്നുണ്ട്, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് മനസ്സിലാവും. സോ ഇപ്പൊ ഇത്ര ഓർത്തിരിക്കുക, ഐട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്പറ്റീഷൻ ആണ് അല്ലെങ്കിൽ ലൂപ്പിംഗ് ആണ്. ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നിടം വരെ നമ്മൾ ആ ഒരു സെറ്റ് ഓഫ് ആക്ഷൻസ് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ പ്രൊസീജിയർ എന്താണ്? പ്രൊസീജിയർ എന്ന് പറയുന്നത് റീയൂസബിൾ ആയി വരുന്ന സീക്വൻസ് ഓഫ് സ്റ്റെപ്സിനെയാണ് നമ്മൾ പ്രൊസീജിയർ എന്ന് പറയുന്നത്. വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്പ്, അതിനെയാണ് നമ്മൾ പ്രൊസീജിയർ എന്ന് പറയുന്നത്. പ്രൊസീജിയർ നമുക്ക് എന്തെന്നും പറയാം? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സബ് പ്രോഗ്രാം ഓർ ഫംഗ്ഷൻ. പ്രൊസീജിയറിനെ നമുക്ക് സബ് പ്രോഗ്രാം എന്നും അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്നും പറയാനായിട്ട്. ദെൻ പിന്നീട് വരുന്നതാണ് റിക്കർഷൻ എന്ന് പറയുന്നത്. റിക്കർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ കോൾ ചെയ്യുന്നതാണ്.
ഒരു വലിയൊരു പ്രോബ്ലത്തിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് സ്മോള് സബ് പ്രോബ്ലംസ് ആക്കി മാറ്റുന്നു. ഫംഗ്ഷൻ കോൾ ഇറ്റ് സെൽഫ്, ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ കോൾ ചെയ്യുന്നതായിട്ടുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ റിക്കേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് 5 ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ആണുള്ളത്: സീക്വൻസിങ്, സെലക്ഷൻ, ഐട്രേഷൻ, പ്രൊസീജിയർ ആൻഡ് റിക്കേർഷൻ. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും മനസ്സിലാക്കാം. ആദ്യം സീക്വൻസിങ്, സെലക്ഷൻ ആൻഡ് ഐട്രേഷൻ എന്തെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സീക്വൻസിങ് നമ്മൾ പറഞ്ഞു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ഷൻസ് ആണ്, ഒരു സ്പെസിഫിക് ഓർഡറിൽ നമ്മൾ പെർഫോം ചെയ്യുന്നതായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ഷൻസ് ആണ് അല്ലെ, ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഒരു സ്പെസിഫിക് ഓർഡറിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന ആക്ഷൻസ് ആണ് എന്തിനാണ്? ഇൻ ഓർഡർ ടു എൻഷ്യൂർ കറക്റ്റ് റിസൾട്ട്, നമുക്ക് അതിലൂടെ കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടണം അല്ലെ. ഫസ്റ്റ് ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോകുന്നത്. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിന്റെ എക്സിക്യൂഷൻ ആണ് അവിടെ വരുന്നത്. അതിനെ നമ്മൾ സീക്വൻസിങ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അൽഗരിതത്തിലെ സ്റ്റെപ്പുകൾ എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരു സീക്വൻസിലാണ്. അതർവൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റത്തില്ല, നമ്മളുടെ ഔട്ട്പുട്ട് ഇൻകറക്റ്റ് ആണ്. സോ അൽഗരിതം സ്റ്റെപ്സ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരു സീക്വൻസിലാണ്, ഒരു സ്പെസിഫിക് ഓർഡറിലാണ്. ഓക്കെ, അതാണ് സീക്വൻസിങ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ദെൻ രണ്ടാമത് വരുന്നതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആണ് അല്ലെ. അടുത്ത ഒരു സ്റ്റെപ്പ് നമ്മൾ ചൂസ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ, ഒരു കണ്ടീഷൻ അനുസരിച്ചായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത്. അതൊരു ബൂളിയൻ എക്സ്പ്രഷൻ ആകാം എന്നും പറയുന്നുണ്ട്. സോ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു അൽഗരിതത്തില് ഒരു ഡിസിഷൻ, നമ്മൾ ആദ്യമേ പറഞ്ഞു അല്ലെ, ഇഫ് എൽസ് സ്വിച്ച് എല്ലാം തന്നെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സോ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നത്. സോ അതാണ് സെലക്ഷൻ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ദെൻ ഐട്രേഷൻ ഓർ ലൂപ്പിംഗ് എന്ന് പറഞ്ഞു, അതായത് എന്താണ്, വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ഒരു സെറ്റ് ഓഫ് ആക്ഷൻസ് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നിടം വരെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഐട്രേഷൻ ഓർ ലൂപ്പിംഗ് എന്ന് പറയുന്നത്. സോ അതിന് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്നത് യൂക്ലിഡിയൻ GCD അൽഗരിതം ആണ് അല്ലെ. രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ രണ്ട് ഇന്റിജേഴ്സിന്റെ GCD ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത്. അവിടെ നമ്മൾ ലൂപ്പിംഗ് ഒരു കണ്ടീഷനിലേക്കാണ് പോകുന്നത്. എന്താണ് കണ്ടീഷൻ ആയിട്ട് വന്നത്? അൺടിൽ r is equal to 0, റിമൈൻഡർ 0 ആകുന്നിടം വരെ നമ്മൾ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളത്. ഓക്കെ, സോ അതാണ് ഐട്രേഷൻ അല്ലെങ്കിൽ ലൂപ്പിംഗ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക. സോ എക്സാമ്പിൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കുന്നുണ്ട്, അൽഗരിതം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത അൽഗരിതം ആണ് GCD എന്താണ് യൂക്ലിഡ്സ് അൽഗരിതത്തിനകത്ത് വരുന്ന GCD ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് 5, 6, 7 സ്റ്റെപ്പുകൾ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സീക്വൻസിങ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്കത് മനസ്സിലാകും. R is equal to A mod B, A is equal to B, D is equal to R എന്ന് പറയുന്നത്. അതായത് R is equal to A mod B എന്ന ആ ഒരു സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമേ നമുക്ക് A Bയിലേക്കും B Rയിലേക്കും അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതർവൈസ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആകും. ഓക്കെ, അപ്പൊ 5, 6, 7 എന്നുള്ള സ്റ്റെപ്പ് ഒരു സീക്വൻസിങ്ങിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്, സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് സെലക്ഷൻ ആണ്. അതായത് ഇവിടെ ഒരു കണ്ടീഷൻ ആണ് വന്നിരിക്കുന്നത് അല്ലെ. ഡിസൈഡ് വെദർ ടു എക്സിക്യൂട്ട് സ്റ്റെപ്പ് 4 ഓർ ഗോ ടു സ്റ്റെപ്പ് 9. അവിടെയാണ് തീരുമാനിക്കുന്നത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണമോ, അതായത് ആ ഒരു ലൂപ്പിംഗിലേക്ക് പോകണമോ അതോ സ്റ്റെപ്പ് 9ലേക്ക് പോകണമോ എന്ന് തീരുമാനിക്കുന്നത് സ്റ്റെപ്പ് 3 ആണ്. അതാണ് സെലക്ഷൻ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ദെൻ അതുപോലെ തന്നെ സ്റ്റെപ്പ് 3യിൽ നമുക്ക് ഐട്രേഷനും കാണാനായിട്ട് പറ്റും അല്ലെ. ആ ഒരു കണ്ടീഷന്റെ കേസിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ലൂപ്പിംഗിലേക്കായിരിക്കും പോകുന്നത്, ഐട്രേഷനിലേക്കായിരിക്കും പോകുന്നത്. അതായത് സ്റ്റെപ്പ് 4 തൊട്ട് 8 വരെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഐട്രേഷനെയാണ് അഥവാ ലൂപ്പിങ്ങിനെയാണ്. ഓക്കെ, സോ നമുക്കപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായി സീക്വൻസിങ്ങും സെലക്ഷനും ഐട്രേഷനും ഒരു അൽഗരിതം എക്സാമ്പിളൂടെ വെച്ച് നോക്കിയപ്പോൾ. അടുത്തത് പ്രൊസീജിയർ ആൻഡ് റിക്കേർഷൻ ആണ് വരുന്നത്. നമ്മൾ മനസ്സിലാക്കിയതാണ് എന്താണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ റീയൂസബിൾ ആയി വരുന്ന, വീണ്ടും യൂസ് ചെയ്യുന്നതായിട്ടുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ പ്രൊസീജിയർ എന്ന് പറയുന്നത്. നമുക്കത് മൾട്ടിപ്പിൾ ടൈംസ് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് എന്ത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്? റിഡൻഡൻസി, അൽഗരിതത്തിനകത്ത് വരുന്ന റിഡൻഡൻസി റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ സെയിം ഡേറ്റ മൾട്ടിപ്പിൾ പ്ലേസസിൽ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ പ്രൊസീജിയർ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് റീയൂസബിൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ പ്രൊസീജിയർ എന്ന് പറയുന്നത്.
പ്രൊസീജിയറിന് വേറെ മറ്റു പേരെന്ത് നമുക്ക് പറയാം? സബ് പ്രോഗ്രാം അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. സോ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഡിഫൈനിങ് ദ GCD ഓഫ് എ ആൻഡ് ബി ആസ് എ പ്രൊസീജിയർ. എയുടെയും ബിയുടെയും GCD ഒരു പ്രൊസീജിയർ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അതിനെ ഡിഫറെന്റ് വാല്യൂസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കോൾ ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനിയും സ്ട്രക്ചർ ഓഫ് എ പ്രൊസീജിയർ. എന്താണ് ഒരു പ്രൊസീജിയറിന്റെ സ്ട്രക്ചർ? നമുക്ക് എങ്ങനെ ഒരു പ്രൊസീജിയർ എഴുതാമെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ പ്രൊസീജിയർ എന്ന് കൊടുക്കും. ദെൻ ആംഗുലർ ബ്രാക്കറ്റിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്ന നെയിം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പ്രൊസീജിയറിന് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നെയിം. ദെൻ പാരാന്തസിസ്, പാരാമീറ്റർ ലിസ്റ്റ് ആണ് ആ ഒരു പാരാന്തസിസിനകത്ത് നമ്മൾ കൊടുക്കേണ്ടത്. ആർഗ്യുമെന്റ്സ് നമുക്ക് പാസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണോ അത് നമുക്ക് കൊടുക്കാം. ദെൻ സ്ക്വയർ ബ്രാക്കറ്റ്സിൽ കോളനിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന എന്ത് ടൈപ്പ് ആണ് വരുന്നത്, ഇന്റീജർ ആണോ സ്ട്രിംഗ് ആണോ എന്നുള്ള ടൈപ്പ് നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് നമ്മൾ കൊടുക്കാനായിട്ടുള്ള നമ്മളുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ്സ്, ഡിക്ലറേഷൻസ് നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്, റിപ്പീറ്റ് ആയിട്ട് ഒക്കറ് ചെയ്യുന്നതായിട്ടുള്ള സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ് അത് നമുക്ക് കൊടുക്കാം. ഫൈനലി നമ്മൾ എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? എൻഡ് സെമിക്കോളൻ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഇതാണ് പ്രൊസീജിയറിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുപോലെ റിട്ടേൺ എക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാല്യൂസ് പാസ് ചെയ്യാനായിട്ട് പറ്റും. റിട്ടേൺ എക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് വാല്യൂസ് പാസ് ചെയ്യാനായിട്ട്. ഇവിടെ വരുന്ന പാരാമീറ്റേഴ്സിനെ നമ്മൾ പറയുന്നത് ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്നാണ്, അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് റിക്കേർഷൻ എന്ന് പറഞ്ഞാൽ? റിക്കേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ കോൾ ചെയ്യാണ്. ഒരു പ്രോബ്ലത്തിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് സ്മോളർ സബ് പ്രോബ്ലംസ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ കോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിക്കേർഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫാക്ടോറിയൽ കാൽക്കുലേഷൻ ഒരു എക്സാമ്പിൾ ആണ്. ഒരു നമ്പറിന്റെ ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് n ഇൻറ്റു n മൈനസ് 1 യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലെ. ഒരു നമ്പറിന്റെ ഫാക്ടോറിയൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്താൽ മതി? n ഇൻറ്റു n മൈനസ് 1 യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫാക്ടോറിയൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് നമ്മൾ n ഫാക്ടോറിയൽ ഡിനോട്ട് ചെയ്യുന്നത്. n ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു എന്താണ്? n ഇൻറ്റു n മൈനസ് 1 എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, n ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു n ഇൻറ്റു n മൈനസ് 1 ആണ് ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയും. ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഫാക്ടോറിയൽ ഓഫ് 1 ഇസ് ഈക്വൽ ടു 1 എന്നുള്ളത്. 1ന്റെ ഫാക്ടോറിയൽ 1 ആണ് വരുന്നത്. അതായത് ഇവിടെ നമുക്ക് 1 ഫാക്ടോറിയൽ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ 1 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം? 1 ഇൻറ്റു 1 മൈനസ് 1 എന്ന് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതായത് 1 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 ഇൻറ്റു 1 മൈനസ് 1 എന്താണ് വരുന്നത്? 0 ആണ് വരുന്നത് അല്ലെ. 1 ഇൻറ്റു 0 എന്നാണ് വരുന്നത്, which is equal to 0 ഫാക്ടോറിയൽ എത്രയാണ് വരുന്നത്? 1. 0 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ 1ന്റെ ഫാക്ടോറിയൽ എന്ത് കിട്ടും? 1 എന്നാണ് നമുക്ക്. ഓക്കെ, സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റിക്കേർഷന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഫാക്ടോറിയൽ കാൽക്കുലേഷൻ ആണ് റിക്കേർഷന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ആ ഒരു n മൈനസ് 1 എന്നുള്ളത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് റിക്കേർഷൻ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കും. ദെൻ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് കണ്ടീഷൻസ് ഫോർ റിക്കേർഷൻ. റിക്കേർഷന് നമ്മൾ യൂസ് ചെയ്യുന്നതായിട്ടുള്ള കണ്ടീഷൻസ്, എന്തൊക്കെ കണ്ടീഷൻസ് ആണ് റിക്കേർഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ 3 കണ്ടീഷൻസ് ആണ് റിക്കേർഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, എന്ത് ചെയ്യുക? സിസ്റ്റം സപ്പോർട്ട് ചെയ്യണം. സെൽഫ് കോളിംഗ് പ്രൊസീജിയേഴ്സിനെ സിസ്റ്റം സപ്പോർട്ട് ചെയ്തിരിക്കണം എന്നുള്ള കാര്യം. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സ്റ്റാക്ക് ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്ന കേസാണ്. സ്റ്റാക്ക് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് പുഷ്, പോപ്പ്, ഇതെല്ലാം സ്റ്റാക്ക് ഓപ്പറേഷൻസ് ആണ്. ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യുന്നത് പുഷ് ഓപ്പറേഷൻ, ഒരു എലമെന്റ് ഡിലീറ്റ് ചെയ്യുന്നത് പോപ്പ് ഓപ്പറേഷൻ. സോ സ്റ്റാക്ക് ഓപ്പറേഷൻസിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതായത് സിസ്റ്റം എന്താണ്? സെൽഫ് കോളിംഗ് പ്രൊസീജിയേഴ്സിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് റിക്കേർഷന്റെ ഒരു കണ്ടീഷൻ ആണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഒരു ടെർമിനേഷൻ കണ്ടീഷൻ ഉണ്ടായിരിക്കണം. ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള കോളുകൾ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റോപ്പിംഗ് കണ്ടീഷൻ, ഒരു ടെർമിനേഷൻ കണ്ടീഷൻ ഉണ്ടായിരിക്കണം. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഓരോ റിക്കേഴ്സീവ് കോളുകളും എന്ത് ചെയ്യാം? പ്രോബ്ലത്തിനെ സിംപ്ലിഫൈ ചെയ്യണം. അതായത് ടെർമിനേഷനിലേക്ക് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ ഓരോ റിക്കേഴ്സീവ് കോൾസ് മസ്റ്റ് സിംപ്ലിഫൈ ദ പ്രോബ്ലം സിംപ്ലിഫൈ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇത്രയാണ് റിക്കേർഷന്റെ കണ്ടീഷൻസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഇനി എന്തൊക്കെയാണ് റിക്കേർഷന്റെ യൂസസ് എന്ന് പറഞ്ഞാൽ, റിക്കേർഷന്റെ യൂസസ് ആയിട്ട് നമ്മൾ പറയുന്നത് സോർട്ടിങ്, സെർച്ചിങ്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിലൊക്കെ നമുക്ക് റിക്കേർഷൻ എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാനായിട്ട്. അതായത് ഫംഗ്ഷനെ വീണ്ടും നമുക്ക് കോൾ ചെയ്യാനായിട്ട്.
ഓക്കെ, സോർട്ടിങ്ങില്, സെർച്ചിങ്ങില്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, റിക്കർഷൻ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനിയും റിക്കേഴ്സീവ് ഫാക്ടോറിയൽ അൽഗരിതം ആണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഫാക്ടോറിയൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് പറഞ്ഞു, n ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു n ഇൻറ്റു n മൈനസ് 1 എന്നുള്ളത്. സോ അതിന്റെ ഒരു അൽഗരിതം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രൊസീജിയർ അല്ലെ, പ്രൊസീജിയർ എന്നുള്ളത് നമ്മൾ പറഞ്ഞു, സ്ട്രക്ചർ എങ്ങനെയാണ് ഒരു പ്രൊസീജിയറിന്റെ സ്ട്രക്ചർ വരുന്നത് എന്നുള്ളത്. സോ പ്രൊസീജിയർ എന്ന് കൊടുക്കാം, ദെൻ ഫാക്ടോറിയൽ ഓഫ് n, പ്രൊസീജിയറിന്റെ നെയിമായിട്ട് നമ്മൾ ഫാക്ടോറിയൽ കൊടുത്ത് പാരാന്തസിസിൽ ഒരു പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെന്റ് n എന്നുള്ളത് നമ്മൾ പാസ് ചെയ്തു. ഓക്കെ, ദെൻ ഫാക്ട് കോളൻ ഇന്റീജർ, ടൈപ്പ് വരുന്നത് ഇന്റീജർ ആണ്, ഇന്റീജർ സെമി കോളൻ, ദെൻ നമ്മൾ ബിഗിൻ എന്ന് കൊടുത്തു. ഫാക്ട് ഇസ് ഈക്വൽ ടു 1. ഇഫ് n ഈക്വൽസ് 1 ആണെങ്കിൽ ഫാക്ട് എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. n എന്ന് പറയുന്നത് 1ഉമായിട്ട് ഈക്വൽ ആയി വരുന്നുണ്ടെങ്കിൽ ഫാക്ട് റിട്ടേൺ ചെയ്യാം. എൽസ് കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് അല്ലെ, ഫാക്ട് ഇസ് ഈക്വൽ ടു n ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് n മൈനസ് 1 യൂസ് ചെയ്യാം. അങ്ങനെ ഫാക്ട് റിട്ടേൺ ചെയ്യാം, ദെൻ എൻഡ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തു സെമികോളൻ കൊടുത്ത് ക്ലോസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് റിക്കേഴ്സീവ് ഫാക്ടോറിയൽ അൽഗരിതം എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു പ്രൊസീജിയർ അതിനെ തന്നെ കോൾ ചെയ്യുന്നതിനെ നമ്മൾ റിക്കേഴ്സീവ് പ്രൊസീജിയർ അല്ലെങ്കിൽ റിക്കേഴ്സീവ് അൽഗരിതം എന്ന് പറയുന്നത്. ഒരു പ്രൊസീജിയർ അതിനെ തന്നെ കോൾ ചെയ്യുന്നു, അതിനെ നമ്മൾ റിക്കേഴ്സീവ് പ്രൊസീജിയർ അല്ലെങ്കിൽ റിക്കേഴ്സീവ് അൽഗരിതം. സോ ഇവിടെ നമുക്ക് ബേസ് കേസ് അതുപോലെ തന്നെ റിക്കേഴ്സീവ് കോൾ എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. ഇവിടുത്തെ ബേസ് കേസ് എന്ന് പറയുന്നത് റിക്കേർഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത് എപ്പോഴാണ്, വെൻ n ഇസ് ഈക്വൽ ടു 1. n 1 ആകുമ്പോൾ എന്ത് ചെയ്യും, റിക്കേർഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും അല്ലെ, അതൊരു ബേസ് കേസ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. Then recursive call ആയിട്ട് പറഞ്ഞിരിക്കുന്നത് calls itself with n minus 1 until the base case is reached. അപ്പം ഒരു റിക്കേഴ്സീവ് കോളിന്റെ കേസും പറയുന്നുണ്ട്, ഒരു ബേസ് കേസും പറയുന്നുണ്ട്. ബേസ് കേസ് മനസ്സിലാക്കിയിരിക്കുന്നത് ഇവിടെയാണ് ബേസ് കേസ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇതാണ് ബേസ് കേസ് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇഫ് n ഈക്വൽസ് 1 then return fact എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിക്കേർഷൻ സ്റ്റോപ്പ് ചെയ്യാം. n 1ഉമായിട്ട് ഈക്വൽ ആയിട്ട് വരുന്നു, n ഈക്വൽ ടു 1 ആയിട്ട് വരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് റിക്കേർഷൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ബേസ് കേസ് ആണ്. റിക്കേഴ്സീവ് കോളിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന കേസാണ് റിക്കേഴ്സീവ് എന്ന് പറയുന്നത് അല്ലെ. അതായത് n-1 കോളുകൾ വരുന്നുണ്ട്, ബേസ് കേസ് റീച്ച് ആകുന്നിടം വരെ n- കോൾസ് നമുക്ക് വേണ്ടി വരുമെന്നോ. ഓക്കെ, അതാണ് ബേസ് കേസും റിക്കേഴ്സീവ് കോളുമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു റിക്കേഴ്സീവ് പ്രൊസീജിയർ അല്ലെങ്കിൽ റിക്കേഴ്സീവ് അൽഗരിതം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അനാലിസിസ് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് അൽഗരിതംസ് ആണ്. അൽഗരിതത്തിന്റെ അനാലിസിസ് എന്താണ്, കോംപ്ലക്സിറ്റി എന്താണ്. അനാലിസിസ് ഓഫ് അൽഗരിതം എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡൊണാൾഡ് ന്യൂട്ടൺ. ഓക്കെ, ഡൊണാൾഡ് ന്യൂട്ടൺ ആണ് അനാലിസിസ് ഓഫ് അൽഗരിതംസ് എന്ന ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ അനാലിസിസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, ഇറ്റ് എയിംസ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോംപ്ലക്സിറ്റി, അൽഗരിതത്തിന്റെ കോംപ്ലക്സിറ്റി ആണ് ഇൻ ദ ടേംസ് ഓഫ് ടൈം ആൻഡ് സ്പേസ്. ടൈം എന്തുമാത്രം യൂസ് ചെയ്യുന്നു, സ്പേസ് എന്തുമാത്രം യൂസ് ചെയ്യുന്നു എന്നതിനെ അനുസരിച്ചാണ് നമ്മൾ അൽഗരിതത്തിന്റെ കോംപ്ലക്സിറ്റി നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനിയും അൽഗരിതത്തിന്റെ എഫിഷ്യൻസി നമ്മൾ മെഷർ ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് വെച്ചുകൊണ്ടാണ്. ഒന്ന് ടൈം കോംപ്ലക്സിറ്റി, മറ്റൊന്ന് സ്പേസ് കോംപ്ലക്സിറ്റി. ടൈം കോംപ്ലക്സിറ്റിയുടെയും സ്പേസ് കോംപ്ലക്സിറ്റിയുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു അൽഗരിതത്തിന്റെ എഫിഷ്യൻസി എന്താണെന്നുള്ളത് മെഷർ ചെയ്യുന്നത്. സോ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന കീ ഓപ്പറേഷൻസ് എത്ര എണ്ണം, നമ്പർ ഓഫ് കീ ഓപ്പറേഷൻസ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ടൈം കോംപ്ലക്സിറ്റി വരുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ സോർട്ടിങ്, സെർച്ചിങ് തുടങ്ങിയ പ്രോബ്ലത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നിട്ടുള്ള കമ്പാരിസൺസ്, എത്ര കമ്പാരിസൺസ് നമ്മളവിടെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത്, അത്ര ടൈം ആണ് നമ്മളവിടെ സ്പെൻഡ് ചെയ്യുന്നത് അല്ലെ. കമ്പാരിസൺ, ഇപ്പോൾ ഒരു കമ്പാരിസണിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല. സോ ഒരു കമ്പാരിസൺ കഴിഞ്ഞു, രണ്ട് കമ്പാരിസൺ കഴിഞ്ഞു, അങ്ങനെ അപ് ടു നമ്മുടെ കമ്പയർ ചെയ്യാൻ ഒരു എലമെന്റ് കിട്ടുന്നിടം വരെ നമ്മൾ കമ്പാരിസൺ പെർഫോം ചെയ്യും. സോ അത്രയും ടൈം നമ്മൾ അവിടെ യൂസ് ചെയ്യും. ഓക്കെ, സോ കമ്പാരിസൺ ഓഫ് എലമെന്റ്സ് വരുന്നത് സോർട്ടിങ്, സെർച്ചിങ് കേസിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ട് പറ്റും. ഇപ്പൊ നമ്പർ ഓഫ് കീ ഓപ്പറേഷൻസ് ആണ് ടൈം കോംപ്ലക്സിറ്റിയിൽ വരുന്നത്. സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം മെമ്മറി, ഒരു അൽഗരിതത്തിന് ആവശ്യമായിട്ട് വരുന്ന മാക്സിമം മെമ്മറി എത്രയാണ്, എന്തുമാത്രം മെമ്മറി അവിടെ യൂസ് ആകുന്നുണ്ട്. അതായത് നമ്മൾ ഈ സോർട്ടിങ്, സെർച്ചിങ്ങിൽ തന്നെ ടൈം കോംപ്ലക്സിറ്റി യൂസ് ആയതുപോലെ തന്നെ എന്തുമാത്രം സ്പേസും അവിടെ അപ്പം ആവശ്യമായിട്ട് വരുന്നത്, അതായത് എന്തുമാത്രം മെമ്മറി നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടെ നോക്കുന്നതാണ്. ഓക്കെ, സോ അൽഗരിതത്തിന്റെ എഫിഷ്യൻസി നമ്മൾ മെഷർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഒന്ന് ടൈം കോംപ്ലക്സിറ്റി, മറ്റൊന്ന് സ്പേസ് കോംപ്ലക്സിറ്റി. ഓക്കെ, ദെൻ
കോംപ്ലക്സിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് ദ ഇൻപുട്ട്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചായിരിക്കും. ഇപ്പൊ n ഇൻപുട്ട് ആണെങ്കിൽ ആ ഒരു n ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കോംപ്ലക്സിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത്. ഒരു അൽഗരിതത്തിന്റെ റണ്ണിങ് ടൈമിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? കോംപ്ലക്സിറ്റി കൊണ്ട് നമ്മൾ റെഫർ ചെയ്യുന്നത്. ഓക്കെ, റണ്ണിങ് ടൈം ഓഫ് ആൻ അൽഗരിതം, അൽഗരിതത്തിന്റെ റണ്ണിങ് ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, റണ്ണിങ് ടൈം ഓഫ് ആൻ അൽഗരിതം, അതിനെ നമ്മൾ കോംപ്ലക്സിറ്റി എന്ന് മനസ്സിലാക്കും. ഇനിയും കോംപ്ലക്സിറ്റി നമുക്ക് 3 കേസസ് ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. കോംപ്ലക്സിറ്റി വരുന്നത് വേർസ്റ്റ് കേസ്, ബെസ്റ്റ് കേസ് ആൻഡ് ആവറേജ് കേസ്. വേർസ്റ്റ് കേസ്, ബെസ്റ്റ് കേസ് ആൻഡ് ആവറേജ് കേസിലാണ് നമ്മൾ കോംപ്ലക്സിറ്റി അനലൈസ് ചെയ്യുന്നത്. വേർസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ടൈം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഇൻപുട്ട് സൈസിന്റെ കേസിൽ നമ്മൾ മാക്സിമം ടൈം എന്താണ് യൂസ് ചെയ്യുന്നത്? അതാണ് വേർസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ബെസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ടൈം എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരു ഇൻപുട്ടിന്റെ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന മിനിമം ടൈം, ഏറ്റവും കുറഞ്ഞ ടൈം എന്താണ്? അതാണ് ബെസ്റ്റ് കേസ് കൊണ്ട് മനസ്സിലാക്കുന്നത്. ദെൻ ആവറേജ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്ടഡ് ടൈം ഫോർ ദ റാൻഡം ഇൻപുട്സ് ഓഫ് സൈസ്. ആ ഒരു n സൈസിൽ വരുന്ന ഇൻപുട്സിൽ നമ്മൾ കൊടുക്കുന്നതായിട്ടുള്ള എക്സ്പെക്ടഡ് ടൈം, അത് വേഴ്സ്റ്റും ആകാം ബെസ്റ്റും ആകാം എന്നുള്ള രീതിയിൽ വരുന്നതാണ് ആവറേജ് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കോംപ്ലക്സിറ്റി അനലൈസ് ചെയ്യുന്നത് 3 കേസസിലാണ്: വേഴ്സ്റ്റ്, ബെസ്റ്റ് ആൻഡ് ആവറേജ്. വേഴ്സ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ മാക്സിമം ടൈമിന്റെ കേസാണ് വരുന്നത്. ബെസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ മിനിമം ടൈം ആണ് വരുന്നത്. ആൻഡ് ആവറേജ് കേസ് എന്ന് പറയുമ്പോൾ എക്സ്പെക്ടഡ് ടൈമുമാണ്. ഓക്കെ, ദെൻ അടുത്തത് നോക്കാൻ പോകുന്നത് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ. എന്താണ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ? നമ്മൾ വരുന്ന യൂണിറ്റിൽ, സെക്കൻഡ് യൂണിറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട് അസിംപ്റ്റോട്ടിക് ബോണ്ട്സ് എന്നുള്ളത്. സോ ഇവിടെ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ എന്ന് പറയുന്നുണ്ട്. അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു അൽഗരിതത്തിന്റെ റണ്ണിങ് ടൈമിനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ ഇൻപുട്ടിനനുസരിച്ച്. ഒരു അൽഗരിതത്തിന്റെ റണ്ണിങ് ടൈമിനെയാണ് നമ്മൾ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു അൽഗരിതത്തിന്റെ ഗ്രോത്ത് റേറ്റ് ആണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മെയിൻ ആയിട്ട് 3 അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് ആണ് വരുന്നത്. ഓക്കെ, 3 അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് ആണ് ഉള്ളത്: ബിഗ് O നൊട്ടേഷൻ, ബിഗ് ഒമേഗ നൊട്ടേഷൻ ആൻഡ് ബിഗ് തീറ്റ നൊട്ടേഷൻ. ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് എന്ന് പറയാം. ഓക്കെ, സോ നമുക്ക് ഓരോന്നും 1 by 1 നോക്കാം. എന്താണ് ബിഗ് O നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ? ബിഗ് O നൊട്ടേഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് ബിഗ് O, ക്യാപിറ്റൽ O എന്നുള്ള ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. സോ ബിഗ് O നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ബൗണ്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അതായത് മാക്സിമം സ്റ്റെപ്സ് എന്ത് മാത്രം വേണം എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ബിഗ് O നൊട്ടേഷൻ എന്ന് പറയുന്നത്. ബിഗ് O നൊട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് വേഴ്സ്റ്റ് കേസ് സിനാരിയോയിലാണ്. കാര്യം നമ്മൾ പറഞ്ഞു, മാക്സിമം ടൈം എന്ന് പറയുന്നതാണ് വേഴ്സ്റ്റ് കേസിൽ ആവശ്യമായിട്ട് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ബിഗ് O നൊട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് വേഴ്സ്റ്റ് കേസ് സിനാരിയോയിലാണ്. ബിഗ് O നൊട്ടേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പർ ബൗണ്ടിനെയാണ്, അല്ലെങ്കിൽ എന്ത് മാത്രം സ്റ്റെപ്സ്, മാക്സിമം സ്റ്റെപ്സ് റിക്വയർഡ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ് ബിഗ് O നൊട്ടേഷൻ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത് വരുന്നതാണ് ബിഗ് ഒമേഗ നൊട്ടേഷൻ എന്നുള്ളത്. ബിഗ് ഒമേഗ നൊട്ടേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ അവിടെ കൊടുത്തിരിക്കുന്നത് ഒമേഗാന്റെ സിമ്പിൾ ആണ്. ബിഗ് ഒമേഗ നൊട്ടേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് ലോവർ ബൗണ്ടിനെയാണ്. ലോവർ ബൗണ്ട് എന്ന് പറയുമ്പോൾ മിനിമം സ്റ്റെപ്സ്, എന്തുമാത്രം മിനിമം സ്റ്റെപ്സ് ആവശ്യമായിട്ട് വരും എന്നുള്ളതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ബിഗ് ഒമേഗ നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബിഗ് ഒമേഗ നൊട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ബെസ്റ്റ് കേസ് സിനാരിയോയിലാണ് നമ്മൾ ബിഗ് ഒമേഗ നൊട്ടേഷൻ യൂസ് ചെയ്യുന്നത്. അതായത് ലോവർ ബൗണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, ലോവർ ബൗണ്ട് മിനിമം സ്റ്റെപ്സുമായിട്ട് ആവശ്യമായിട്ട് വരുന്ന കേസാണ് ബിഗ് ഒമേഗ എന്ന് പറയുന്നത്. സോ ബിഗ് ഒമേഗ ബെസ്റ്റ് കേസ് സിനാരിയോനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വരുന്നതാണ് തീറ്റ നൊട്ടേഷൻ എന്ന് പറയുന്നത്. തീറ്റ നൊട്ടേഷൻ എന്ന് പറയുന്നത് ബോത്ത് ദ അപ്പർ ബൗണ്ട് ആൻഡ് ദ ലോവർ ബൗണ്ട് രണ്ടുപേരെയും റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പർ ബൗണ്ടിനെയും ലോവർ ബൗണ്ടിനെയും. ദാറ്റ് മീൻസ് ഒരു ടൈറ്റ് ബൗണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഒരു ടൈറ്റ് ബൗണ്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ തീറ്റ നൊട്ടേഷൻ എന്ന് പറയുന്നത്. തീറ്റ നൊട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്? ഒരു ടൈറ്റ് ബൗണ്ട് ആണ്, വിച്ച് മീൻസ് ഇറ്റ് കവേഴ്സ് ബോത്ത് ദ ബെസ്റ്റ് കേസ് ആൻഡ് ദ വേഴ്സ്റ്റ് കേസ്. രണ്ട് കേസസും അത് കവർ ചെയ്യുന്നുണ്ട്. അതായത് മാക്സിമം ടൈമും കവർ ചെയ്യുന്നുണ്ട്, മിനിമം ടൈമും അത് കവർ ചെയ്യുന്നുണ്ട്. അതാണ് തീറ്റ നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുന്നത് ആവറേജ് കേസ് അനാലിസിന്റെ അല്ലെ. ആവറേജ് കേസ് അനാലിസിസ് അസ്യൂം ചെയ്തിരിക്കുന്നത് എല്ലാ പോസിബിൾ പെർമ്യൂട്ടേഷൻസും, നമ്മളുടെ ഇൻപുട്ട് ഡേറ്റയുടെ എല്ലാ
പോസിബിൾ പെർമ്യൂട്ടേഷൻസും എന്ത് യൂസ് ചെയ്യുന്നു എന്നാണ് പ്രോബബിലിറ്റി തിയറി യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ എക്സ്പെക്ടേഷൻ ക്യാപിറ്റൽ ലെറ്റർ ഇ കൊണ്ട് കാണിച്ചിരിക്കുന്നു, എക്സ്പെക്ടേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് N1P1 പ്ലസ് N2P2 പ്ലസ് എക്സെട്ര പ്ലസ് NK/PK എന്നുള്ളതാണ്. അവിടെ N എന്നെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ഇൻപുട്സ് ആണ്, P എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രോബബിലിറ്റിനെയുമാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളുടെ ലീനിയർ സെർച്ചിന്റെ ഒരു കേസ് വെച്ചുകൊണ്ടാണ് നമ്മൾ പറയാനായിട്ട് പോകും. ഓക്കെ, ലീനിയർ സെർച്ചിൽ നമുക്കൊരു അറേ ക്യാപിറ്റൽ എ ഉണ്ട്, അറേ ക്യാപിറ്റൽ എയില് നമുക്ക് എക്സ് എന്ന് പറഞ്ഞ ഒരു എലമെന്റ് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലീനിയർ സെർച്ച് യൂസ് ചെയ്യാണ്. വിച്ച് മീൻസ് എന്താണ്, ആ എലമെന്റിന്റെ ലൊക്കേഷൻ എവിടെയാണ്, എക്സ് എന്ന് പറഞ്ഞ എലമെന്റിന്റെ ലൊക്കേഷൻ എവിടെയാണ്, അത് ഏത് ഇൻഡെക്സിലാണ് ഉള്ളത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അത് അവിടെ പറഞ്ഞിരിക്കുന്നു. ലൊക്കേഷൻ LOC കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നുണ്ട്, എലമെന്റ് എക്സ് എന്ന് കാണിക്കുന്നുണ്ട്, അറേ എ ആണ്, ക്യാപിറ്റൽ എ ആണ്. അപ്പൊ നമ്മൾ ലീനിയർ സെർച്ച് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ് നമ്മൾ കമ്പയർ ചെയ്യണം, ഓരോ എലമെന്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം അണ്ടിൽ ദാറ്റ് എലമെന്റ് ഫൗണ്ട്. ആ ഒരു എലമെന്റ് കിട്ടുന്നിടം വരെ നമ്മൾ ഓരോ എലമെന്റ്സിനെയും വെച്ച് കമ്പയർ ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോഴ് നമ്മൾ ആ എലമെന്റിനെ കണ്ടുപിടിച്ചു എന്നുണ്ടെങ്കിൽ, എക്സ് എന്ന് പറഞ്ഞ എലമെന്റ് നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് ലൊക്കേഷൻ എന്താണെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. നേരെ തിരിച്ച് നമുക്ക് ആ ഒരു എലമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. ലൊക്കേഷൻ ഇസ് ഈക്വൽ ടു 0യിലേക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ ലീനിയർ സെർച്ചിന്റെ അൽഗരിതം ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ഇവിടെ ഒരു കമന്റ് കൊടുത്തിരിക്കുന്നതാണ് /*/ കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്, അതോടൊപ്പം ഒരു ഔട്ട്പുട്ടും കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലീനിയർ ലിസ്റ്റ് എ നമ്മുടെ കയ്യിലുണ്ട്, അവിടെ n എലമെന്റ്സ് ആണ് വരുന്നത്. നമ്മുടെ സെർച്ചിങ് എലമെന്റ് എന്ന് പറയുന്നത് എക്സ് ആണ്. നമുക്ക് അതിൽ നിന്നും എക്സ് എന്ന് പറഞ്ഞ ഒരു എലമെന്റിനെ കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, ലൊക്കേഷൻ കണ്ടുപിടിക്കുക. ആ എക്സ് എന്ന് പറഞ്ഞ എലമെന്റിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുക. ആ ഒരു എ എന്നുള്ള അറയില് എക്സ് എന്ന് പറഞ്ഞ എലമെന്റിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ബൈ റിട്ടേണിംഗ് ദ ഇൻഡെക്സ്, അല്ലെ, ആ എലമെന്റ് ഏത് ഇൻഡെക്സിലാണോ ഉള്ളത് അതായിരിക്കും നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. നമുക്ക് ആ ഒരു എലമെന്റ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേ പറ്റൂ, ലൊക്കേഷൻ നമ്മൾ 0യിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യും, അല്ലെ. എലമെന്റ് ഇസ് നോട്ട് പ്രസന്റ് ഇൻ ദാറ്റ് അറേ, എലമെന്റ് ഇസ് നോട്ട് പ്രസന്റ് ഇൻ ദാറ്റ് അറേ എ, ക്യാപിറ്റൽ എ എന്നുള്ള അറയില് ആ ഒരു എലമെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലൊക്കേഷൻ എന്തായിട്ട് കൊടുക്കും, 0 ആയിട്ട്. അപ്പൊ അതിന്റെ അൽഗരിതമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു ഫിഗർ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് നമുക്ക് മനസ്സിലാവും. ഇവിടെ നമ്മൾ ലീനിയർ സെർച്ച് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, 6 എന്ന് പറഞ്ഞ ഒരു എലമെന്റ് കണ്ടുപിടിക്കണം. ഇതെന്ന് പറയുന്നത് നമ്മളുടെ അറേ ആണ്, എ എന്ന് പറഞ്ഞ അറേ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ എ എന്ന് പറഞ്ഞ അറയില് 10 എലമെന്റ്സ് ആണ് ഉള്ളത്, കൺസിസ്റ്റ് ഓഫ് 10 എലമെന്റ്സ്, 10 എലമെന്റ്സ് ഉള്ള ഒരു അറയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1 2 3 4 5 6 7 8 9 ആൻഡ് 10 എലമെന്റ്സ് വരുന്ന ഒരു അറയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന എന്താണ്, ഇൻഡെക്സ് ആണ് ഇവിടെ കാണിക്കുന്നുണ്ട്, അല്ലെ. അറേ ഇൻഡെക്സ് ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം അറേ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിലാണ് അറേ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അറേ ഇൻഡെക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 0 മുതൽ 9 വരെയാണ് അറേ ഇൻഡെക്സ് വരുന്നത്. അറേ എയിലെ 10 എലമെന്റ്സും ഉണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടത്, 6 എന്ന് പറഞ്ഞ എലമെന്റ് നമുക്ക് കണ്ടുപിടിക്കണം, അല്ലെ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ 6 ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് പോയി നോക്കുകയാണോ ചെയ്യുന്നത്, അല്ല. നമ്മൾ ഓരോ എലമെന്റ്സുമായിട്ട് നമ്മൾ ഒരു മാച്ചിങ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ കമ്പയർ ചെയ്യും, അല്ലെ. അപ്പം ഫസ്റ്റ് നമ്മൾ 6 1 കമ്പയർ ചെയ്യും, ദെൻ 2 കമ്പയർ ചെയ്യും, 3 4 5 അങ്ങനെ കമ്പയർ ചെയ്ത് നമ്മൾ ഏത് ഇൻഡെക്സിൽ നമുക്ക് നമ്മളുടെ എലമെന്റിനെ കിട്ടി, 5 എന്ന് പറഞ്ഞ ആ ഒരു ഇൻഡെക്സിൽ നമ്മുടെ എലമെന്റിനെ നമുക്ക് കിട്ടി, അല്ലെ. 5 എന്നുള്ള ഇൻഡെക്സിൽ നമ്മുടെ എലമെന്റ്, നമ്മുടെ സെർച്ചിങ് എലമെന്റ് ആയിട്ടുള്ള 6 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലീനിയർ സെർച്ച് പെർഫോം ചെയ്യുന്നത്. അപ്പം അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള അൽഗരിതമാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. ഓക്കെ, അൽഗരിതം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനിഷ്യലൈസ് ചെയ്യാണ്, സെറ്റ് k is equal to 1 and location is equal to 0, അല്ലെ. ആദ്യം തുടങ്ങുന്ന കേസിൽ k എന്ന് പറയുന്നത് 1 ആണ്, തുടങ്ങുന്നത് എലമെന്റ് 1 ആണ്, ആൻഡ് ലൊക്കേഷൻ എന്ന് പറയുന്നത്
സീറോ ആണ്. അതായത് ഇപ്പൊ നമ്മുടെ എലമെന്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, ലൊക്കേഷൻ സീറോ ആണ്. ഇനി എന്താ ചെയ്തിരിക്കുന്നത്? റിപ്പീറ്റ് സ്റ്റെപ്പ് 3 and 4 by location equal to 0 and k less than or equal to n എന്ന് പറയുന്നത് അല്ലേ? എന്താണ് 3, 4 സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്? ലൊക്കേഷൻ ഈക്വൽ ടു 0 എന്നും ആൻഡ് k ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മുടെ n ഇപ്പൊ ഇവിടെ എന്താണ് 10 എലമെന്റ്സ് ആണ്, 10 ആണ് വരുന്നത് അല്ലെ? ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നിടം വരെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ റെപ്പറ്റീഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഇഫ് എക്സ് ഈക്വൽ ടു എ ഓഫ് കെ, ലൊക്കേഷൻ ഈക്വൽ ടു കെ, കെ ഇസ് ഈക്വൽ ടു കെ പ്ലസ് 1, ദെൻ അതൊന്ന് ഇൻക്രിമെന്റ് ചെയ്യും. 1 + 1 ആയിട്ട് അടുത്ത എലമെന്റിലേക്ക് പോകും. ഓക്കെ, അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ആ എലമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നിടം വരെ ഈ ലൂപ്പ് 3 to 7 വരെയുള്ള സ്റ്റെപ്സ് ഇങ്ങനെ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അങ്ങനെ ലൊക്കേഷൻ ഈക്വൽ ടു 0, ലൊക്കേഷൻ എന്താണ് 0 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എലമെന്റ് അതിനകത്ത് ഇല്ല അല്ലെ? എക്സ് ഇസ് നോട്ട് പ്രസന്റ് ഇൻ ദ ഗിവൺ അറേ. നമുക്ക് തന്നിരിക്കുന്ന അറേയില് ആ എലമെന്റ് ഇല്ല. എൽസ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എക്സ് ആ ഒരു അറയിലുണ്ട്, ആ ഒരു ലൊക്കേഷനിലുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു 5 എന്ന് പറഞ്ഞ ഇൻഡെക്സിനകത്ത് നമ്മുടെ എലമെന്റ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, ദെൻ എക്സിറ്റ്. ഇതാണ് ആ ഒരു അൽഗരിതം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ അൽഗരിതം വരുന്നത് ലീനിയർ സെർച്ചിൻ്റെത്. ഓരോ എലമെന്റ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നമ്മുടെ എലമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നിടം വരെ നമ്മൾ കമ്പാരിസൺ എന്ത് ചെയ്യും? പെർഫോം ചെയ്യും. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ലീനിയർ സെർച്ച് അൽഗരിതത്തിന്റെ അനാലിസിസ് ആണ്. അനാലിസിസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ലീനിയർ സെർച്ച് അൽഗരിതത്തിന്റെ കോംപ്ലക്സിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് നമ്പർ ഓഫ് കമ്പാരിസൺസ് വെച്ചിട്ടാണ് ബിറ്റ്വീൻ എക്സ് ആൻഡ് എ ഓഫ് കെ. എന്തുമാത്രം കമ്പാരിസൺസ് ആണ് അവിടെ വേണ്ടി വന്നത് എന്നതിനെ അനുസരിച്ചാണ് ആ ലീനിയർ സെർച്ച് അൽഗരിതത്തിന്റെ എന്തെന്ന് പറയുന്നത് കോംപ്ലക്സിറ്റി നമ്മൾ മെഷർ ചെയ്യും. സോ അവിടെ ബെസ്റ്റ് കേസ്, വേർസ്റ്റ് കേസ് ആൻഡ് ആവറേജ് കേസ് പറയുന്നുണ്ട്. ബെസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. അതായത് മാക്സിമം ടൈം ആണ് ബെസ്റ്റ് കേസ് എന്ന്, സോറി മിനിമം ടൈം അല്ലെ? മിനിമം ടൈം ആണ് ബെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. അവിടെ ഒറ്റ ഒരു കമ്പാരിസൺ മാത്രമേ വരുന്നുള്ളൂ. അതാണ് ബെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. വേർസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് നമ്മൾ ലാസ്റ്റ് പൊസിഷനിലായിരിക്കും കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ എക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അവിടെ നമ്മളുടെ മാക്സിമം ടൈം നമ്മൾ അവിടെ യൂസ് ചെയ്യും. അതായത് n കമ്പാരിസൺസ് നമ്മൾ അവിടെ പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് വേർസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ആവറേജ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അസ്യൂം ചെയ്യുന്നു എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വലി ലൈക്ലി ടു ബി അറ്റ് എനി പൊസിഷൻ, ഏതെങ്കിലും ഒരു പൊസിഷനിലായിരിക്കും. അപ്പൊ അവിടെ വരുന്ന നമ്പർ ഓഫ് കമ്പാരിസൺസ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി നമുക്ക് എന്താണ്? പി ഇസ് ഈക്വൽ ടു 1/n ആയിട്ട് പറയാനായിട്ട്. സോ ആവറേജ് കമ്പാരിസൺസിന് എന്താണ് ഒരു അപ്രോക്സിമേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ n/2 ആണ് വേണ്ടി വരുന്നത്. ആവറേജ് കമ്പാരിസൺ ആയിട്ട് n/2 കമ്പാരിസൺസ് നമ്മൾ പെർഫോം ചെയ്യേണ്ടി വരും. അതുപോലെ ആവറേജ് കേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് അനലൈസ് ചെയ്യാൻ ഹാർഡ് ആണ് ദാൻ ദ വേർസ്റ്റ് കേസ്. വേർസ്റ്റ് കേസിനേക്കാളും ഹാർഡ് ആണ് എന്തെന്ന് പറയുന്നത്? ആവറേജ് കേസ് നമുക്ക് അനലൈസ് ചെയ്യാൻ. അപ്പം ആ ഒരു കാര്യം ബൈഹാർട്ട് ആക്കിയിരിക്കുക. വേർസ്റ്റ് കേസ് എന്ന് പറയുന്നത് മാക്സിമം ടൈം ആണ്, ബെസ്റ്റ് കേസ് എന്ന് പറയുന്നത് മിനിമം ടൈം ആണെന്നും, ആൻഡ് വേർസ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താണ്? ബോത്ത് കോമ്പിനേഷൻ ആണ് അല്ലെ? വേർസ്റ്റും ബെസ്റ്റും കോമ്പിനേഷൻ ആണ് ആവറേജ് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ആണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ടൈപ്സ് ഓഫ് പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കമ്പ്യൂട്ടിംഗ് പ്രോബ്ലംസ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് റിസർച്ചേഴ്സിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എഫിഷ്യന്റ് അൽഗരിതംസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, റിസർച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടിംഗ് പ്രോബ്ലംസ് നമ്മൾ ഓരോന്നായി കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വരുന്ന കോമൺ കാറ്റഗറീസ് നമുക്കൊന്ന് നോക്കാം. സോർട്ടിംഗ്, സെർച്ചിങ്, ഗ്രാഫ് പ്രോബ്ലംസ്, കോമ്പിനറ്റോറിയൽ പ്രോബ്ലംസ്, ജിയോമെട്രിക് പ്രോബ്ലംസ് ആൻഡ് ന്യൂമറിക്കൽ പ്രോബ്ലംസ്. ഇത്രയാണ് കോമൺ ആയിട്ട് വരുന്ന കാറ്റഗറീസ്. നമുക്ക് 1 by 1 ഓരോന്നും എന്തൊക്കെയാണ്. സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർഡിൽ തന്നെ ഉണ്ട് അല്ലെ? ഒന്ന് സോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സ്പെസിഫിക് ഓർഡറിൽ സെറ്റ് ഓഫ് ഐറ്റത്തിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ സോർട്ടിംഗ് എന്ന് പറയുന്നത്. ഒരു സ്പെസിഫിക് ഓർഡർ എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ അസെൻഡിങ് ഓർഡർ ആകാം, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ ആകാം, അല്ലെങ്കിൽ ആൽഫബറ്റിക് ഓർഡർ ആകാം. അപ്പോൾ ആ ഒരു സ്പെസിഫിക് ഓർഡറിലായിട്ട് ഐറ്റത്തിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ സോർട്ടിംഗ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള സോർട്ടിംഗ് അൽഗരിതംസ് ഉണ്ട്. അത് ഓരോ കേസ് അനുസരിച്ചുമാണ് നമ്മൾ സോർട്ടിംഗ് അൽഗരിതം നമ്മൾ യൂസ് ചെയ്യും അല്ലെ?
സെലക്ഷൻ സോർട്ട്, ബബിൾ സോർട്ട്, ഇതെല്ലാം ഓരോ ടൈപ്പ് ഓഫ് സോർട്ടിങ്സ് ആണ്. സോ ഡിഫറെന്റ് സിനാരിയോസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഏത് സോർട്ടിംഗ് ആണ് അതിന് ആപ്റ്റ് ആവുന്നതെന്ന് നോക്കി നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ സ്മോൾ ഡേറ്റ ആകാം, ലാർജ് ഡേറ്റ, അതിന് ഏതൊരു സോർട്ടിംഗ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻ മെമ്മറി, ഡിസ്ക് സ്റ്റോറേജ്, അതിലേത് ഒരു സോർട്ടിംഗ് നമുക്ക് പെർഫോം ചെയ്യാം എന്നുള്ളതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ സോർട്ടിങ്സ് ഏത് സോർട്ടിംഗ് ആണ് യൂസ് ചെയ്യേണ്ടത് തീരുമാനിക്കും. ദെൻ എഫിഷ്യൻസി നമ്മൾ പറയുകയാണെങ്കിൽ ബെസ്റ്റ് സോർട്ടിംഗ് അൽഗരിതംസ് എടുക്കുന്നത് n log n കമ്പാരിസൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ബെസ്റ്റ് ആയിട്ടുള്ള സോർട്ടിംഗ് അൽഗരിതങ്ങൾ n log n കമ്പാരിസൺസ് യൂസ് ചെയ്യും. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്റ്റെബിലിറ്റി ആൻഡ് ഇൻ പ്ലേസ് സോർട്ടിംഗ്, രണ്ട് കാര്യങ്ങളാണ് സോർട്ടിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നോക്കുന്നത്, സ്റ്റെബിലിറ്റിയും ഇൻ പ്ലേസ് സോർട്ടിങ്ങും. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ട് വരുന്ന എലമെന്റ്സ് റീറ്റെയിൻ ചെയ്യുന്നത് അവരുടെ റിലേറ്റീവ് ആയിട്ടുള്ള പൊസിഷൻസ് ആയിരിക്കും. അടുത്തടുത്ത് വരുന്ന പൊസിഷൻസ്, ഒരേപോലുള്ള എലമെന്റ്സ് അടുത്തടുത്ത് വരുന്ന പൊസിഷൻസ് അവർ റീറ്റെയിൻ ചെയ്യും. അതാണ് സ്റ്റെബിലിറ്റി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇൻ പ്ലേസ് സോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമൽ ആയിട്ടുള്ള എക്സ്ട്രാ മെമ്മറി യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻ പ്ലേസ് സോർട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്പെസിഫിക് ഓർഡറിൽ സെറ്റ് ഓഫ് ഐറ്റത്തിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് സോർട്ടിംഗ് എന്ന് മനസ്സിലാക്കുന്നത്. അതിന്റെ എഫിഷ്യൻസി നമ്മൾ മനസ്സിലാക്കി, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ദാറ്റ് ഇസ് സ്റ്റെബിലിറ്റി ആൻഡ് ഇൻ പ്ലേസ് സോർട്ടിംഗ്. രണ്ടാമത് വരുന്നതാണ് സെർച്ചിങ് എന്ന് പറയുന്നത്. സെർച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാറ്റ സെറ്റില് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എലമെന്റിനെ ഫൈൻഡ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ ഒരു സെർച്ച് കീ ഫൈൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെർച്ചിങ് എന്ന് പറയുന്നത്. അവിടെ എന്താ, സിംഗിൾ സെർച്ച് അൽഗോരിതം ഒന്നും എല്ലാ കേസസിലും ഒപ്റ്റിമൽ ആകണമെന്ന് ഇല്ല. ചിലത് വളരെ ഫാസ്റ്റ് ആയിരിക്കും, പക്ഷെ ഹെവി ആയിട്ടുള്ള മെമ്മറി വേണ്ടി വരും. എന്നാൽ മറ്റു ചിലത് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻപുട്സ് കൊണ്ട് വർക്ക് ആവുന്നതും ഉണ്ട്. ഓക്കെ, അതായത് സെർച്ചിങ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡേറ്റയുടെ നേച്ചർ അനുസരിച്ചിട്ടായിരിക്കും. സ്റ്റാറ്റിക് ഡാറ്റ ആണോ അല്ലെങ്കിൽ ഡൈനാമിക് ഡാറ്റ ആണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും സെർച്ചിങ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. ഒരു ഡാറ്റ സെറ്റിൽ ഒരു സ്പെസിഫിക് എലമെന്റിനെ ഫൈൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെർച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സ്ട്രിംഗ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ സോഷ്യൽ മീഡിയ, ഇ കൊമേഴ്സ് സൈറ്റ്സ് ഒക്കെ വളരെയധികം നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമാണ് അല്ലെ. അപ്പൊ അവിടെ ടെക്സ്റ്റ് പ്രോസസ്സിംഗ് അൽഗരിതംസ് ആണ് കൂടുതലായിട്ടും നമ്മൾ യൂസ് ആക്കുന്നത്. ടെക്സ്റ്റ് പ്രോസസ്സിംഗ് അൽഗരിതംസ്, അതായത് യൂസറിന്റെ ഇൻട്രസ്റ്റ് എന്താണ്, ബിസിനസ് ആപ്ലിക്കേഷൻസ് എന്താണ് എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ഒക്കെ പറയാം. നമ്മൾ യൂസേഴ്സ് എന്തെങ്കിലും പ്രൊഡക്ട്സ് സെർച്ച് ചെയ്യുമ്പോൾ അതുമായിട്ട് മാച്ച് ആയി വരുന്ന സ്ട്രിങ്സ് അവിടെ എന്ത് ചെയ്യുന്നു, റെപ്രസെന്റ് ചെയ്ത് അല്ലെങ്കിൽ വിസിബിൾ ആക്കി ഡിസ്പ്ലേ ചെയ്യുന്ന രീതി. സോ സ്ട്രിംഗ് മാച്ചിങ് അതാണ് അവിടെ പറയുന്നത്. സ്ട്രിംഗ് മാച്ചിങ് അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദ കീ പ്രോബ്ലം ആണ്. ഈ ഒരു ഏരിയയിലെ കീ പ്രോബ്ലം ആയിട്ടാണ് നമ്മൾ സ്ട്രിംഗ് മാച്ചിങ് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് സ്ട്രിംഗ് പ്രോസസ്സിംഗ്. ദെൻ ഗ്രാഫ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിക്ക കമ്പ്യൂട്ടേഷൻ പ്രോബ്ലംസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഗ്രാഫുകൾ ആയിട്ടായിരിക്കും. ഗ്രാഫ്സ് ആയിട്ട് നമുക്ക് ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതാണ് ഗ്രാഫ് പ്രോബ്ലത്തിൽ പറയുന്നത്. നമ്മൾ ഗ്രാഫ് പ്രോബ്ലംസ് യൂസ് ചെയ്യുന്നത്, അതായത് കോമൺ ആപ്ലിക്കേഷൻസ് പറഞ്ഞിരിക്കുന്നത് നെറ്റ്വർക്ക് പ്രോബ്ലംസ്, ഹാർഡ് പ്രോബ്ലംസ് എല്ലാം ഗ്രാഫ് പ്രോബ്ലത്തിന് ആപ്ലിക്കേഷൻ ആണ്. നെറ്റ്വർക്ക് പ്രോബ്ലം എന്ന് പറയുമ്പോൾ റൂട്ടിംഗ്, ബ്രോഡ്കാസ്റ്റിംഗ്, ഷോർട്ടസ്റ്റ് പാത്ത്, ഇവിടെ എല്ലാം നമുക്ക് ഗ്രാഫ് പ്രോബ്ലംസ് യൂസ് ചെയ്യാം. അതുപോലെ ഹാർഡ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം, TSP, അല്ലെങ്കിൽ ഗ്രാഫ് കളറിംഗ്, ഇവിടെ ഇതൊക്കെയാണ് ഹാർഡ് പ്രോബ്ലംസ് ആയിട്ട് പറയുന്നത്. ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സിറ്റീസും കവർ ചെയ്തുകൊണ്ട് ഷോർട്ടസ്റ്റ് റൂട്ട് കണ്ടുപിടിക്കുക. അതായത് വീണ്ടും റീവിസിറ്റ് ചെയ്യാതെ, നമ്മൾ വിസിറ്റ് ചെയ്ത സിറ്റീസ് റീവിസിറ്റ് ചെയ്യാതെ തന്നെ ഷോർട്ടസ്റ്റ് റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറയുന്നത്. അതുപോലെ ഗ്രാഫ് കളറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂവസ്റ്റ് കളേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് വെർട്ടീസസ് നമ്മൾ കളർ ചെയ്യുകയാണ്. അവിടെ നമ്മൾ ഉറപ്പ് വരുത്തണം അഡ്ജസന്റ് ആയിട്ടുള്ള വെർട്ടീസസിന് ഡിഫറെന്റ് കളേഴ്സ് ആണെന്നുള്ളത്. സെയിം കളേഴ്സ് വരാൻ പാടില്ല. അഡ്ജസന്റ് വെർട്ടീസസിന് ഡിഫറെന്റ് കളേഴ്സും ആയിരിക്കണം. എന്നാൽ ഫ്യൂ കളേഴ്സ് യൂസ് ചെയ്ത് മാത്രമേ നമ്മൾ വെർട്ടീസസ് കളർ ചെയ്യാനും പാടുള്ളൂ. ദാറ്റ് ഇസ് ഗ്രാഫ് കളറിംഗ് എന്ന് പറയുന്നത്. ദെൻ ഗ്രാഫ് കളറിംഗിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഈവന്റ് ഷെഡ്യൂളിംഗ് ആണ്. ഈവന്റ് ഷെഡ്യൂളിംഗിൽ ഈവന്റ്സ് എന്ന് പറയുന്നത് അവിടുത്തെ വെർട്ടീസസ് ആണ്. ദെൻ കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത് അവിടുത്തെ എഡ്ജസുമാണ്. ഓക്കെ, ഈവന്റ് ഷെഡ്യൂളിംഗ് ആണ് ഗ്രാഫ് കളറിംഗിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ അതാണ് ഗ്രാഫ് പ്രോബ്ലംസ്. കമ്പ്യൂട്ടേഷൻ പ്രോബ്ലംസ് എല്ലാം നമുക്ക് ഗ്രാഫ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. പിന്നീട് വരുന്നതാണ് കോമ്പിനറ്റോറിയൽ പ്രോബ്ലംസ്.
കോമ്പിനറ്റോറിയൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലംസിന് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് കാണും, ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് നമുക്ക് പ്രോബ്ലത്തിന് വരാം. എക്സാമ്പിൾ പെർമിറ്റേഷൻ, കോമ്പിനേഷൻ, സബ്സെറ്റ്, ഇതെല്ലാം കോമ്പിനറ്റോറിയൽ പ്രോബ്ലംസ് ആണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞതായിട്ടുള്ള ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം, ഇൻഡിപെൻഡന്റ് സെറ്റ്, ഗ്രാഫ് കളറിംഗ് എല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? കോമ്പിനറ്റോറിയൽ പ്രോബ്ലത്തിന് എക്സാമ്പിൾ ആണ്. നമ്മൾ കമ്പ്യൂട്ടേഷനിൽ ഡിഫിക്കൽട്ട് ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. പ്രത്യേകിച്ചും ലാർജ് ഇൻപുട്ട് സൈസിന്റെ ഒക്കെ കേസിലാണെങ്കിൽ ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. കോമ്പിനറ്റോറിയൽ പ്രോബ്ലംസ് ഡിഫിക്കൽട്ട് ആണ്. അതോടൊപ്പം ഇതിന്റെ ഒരു ചലഞ്ച് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോസിബിൾ സൊല്യൂഷൻസിന്റെ നമ്പർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും ആസ് ദ ഇൻപുട്ട് സൈസ് ഇൻക്രീസസ്. ഇൻപുട്ട് കൂടുന്നതിന് അനുസരിച്ച് പോസിബിൾ സൊല്യൂഷൻസിന്റെയും എണ്ണം എന്ത് ചെയ്യും? കൂടും. അത് കോമ്പിനറ്റോറിയൽ പ്രോബ്ലത്തിന്റെ ഒരു ചലഞ്ച് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ജിയോമെട്രിക് പ്രോബ്ലംസ്. ജിയോമെട്രിക് പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ, റോബോട്ടിക്സിൽ, ടോമോഗ്രാഫിയിലെല്ലാം യൂസ് ചെയ്യുന്നതായിട്ടുള്ള പ്രോബ്ലം ആണ് ജിയോമെട്രിക് പ്രോബ്ലം എന്ന് പറയുന്നത്. അത് ജിയോമെട്രിക് ഒബ്ജക്ട്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പോയിന്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ലൈൻസ് ആയിരിക്കും, അല്ലെങ്കിൽ പോളിഗൺസ് ആയിരിക്കും. ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് വരുന്നതായിട്ടുള്ള പ്രോബ്ലംസ് ആണ് ജിയോമെട്രിക് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ, ജിയോമെട്രിക് പ്രോബ്ലത്തിൽ വരുന്നതാണ് ക്ലാസിക് പ്രോബ്ലംസ്. ക്ലാസിക് പ്രോബ്ലത്തിൽ തന്നെ ക്ലോസസ്റ്റ് പെയർ പ്രോബ്ലവും ഉണ്ട്, കോൺവെക്സ് ഹൾ പ്രോബ്ലവും ഉണ്ട്. ക്ലോസസ്റ്റ് പെയർ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയിനിലെ ക്ലോസസ്റ്റ് പെയർ ഓഫ് പോയിന്റ്സ് കണ്ടുപിടിക്കുക, ഏറ്റവും അടുത്ത് നിൽക്കുന്ന ക്ലോസസ്റ്റ് പെയർ ഓഫ് പോയിന്റ്സ് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ ക്ലോസസ്റ്റ് പെയർ പ്രോബ്ലം എന്ന് പറയുന്നത്. കോൺവെക്സ് ഹൾ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളസ്റ്റ് കോൺവെക്സ് പോളിഗൺ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റണം. അതായത് തന്നിരിക്കുന്ന എല്ലാ പോയിന്റ്സും ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്മോളസ്റ്റ് കോൺവെക്സ് പോളിഗൺ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോൺവെക്സ് ഹൾ പ്രോബ്ലം എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞതായിട്ടുള്ള ജിയോമെട്രിക് പ്രോബ്ലത്തിൽ വരുന്നതാണ്. അതായത് ക്ലാസിക് പ്രോബ്ലത്തിൽ വരുന്ന രണ്ട് പ്രോബ്ലംസ് ആണ് ക്ലോസസ്റ്റ് പെയർ പ്രോബ്ലം, കോൺവെക്സ് ഹൾ പ്രോബ്ലം. ഓക്കെ, ദെൻ ലാസ്റ്റ് ആണ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻക്ലൂഡ് ആകുന്നത് ലീനിയർ ആൾജിബ്ര, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഇന്റഗ്രേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതെല്ലാം ഇൻക്ലൂഡ് ആകുന്ന ഒരു പ്രോബ്ലം ആണ് ന്യൂമറിക്കൽ പ്രോബ്ലം എന്ന് പറയുന്നത്. നമ്മൾ അപ്രോക്സിമേറ്റ്ലി നമ്മൾ സോൾവ് ചെയ്യും. അതായത് ന്യൂമറിക്കൽ കമ്പ്യൂട്ടിങ്ങിന്റെ നേച്ചർ അനുസരിച്ച് ഒരു അപ്രോക്സിമേഷൻ രീതിയിലായിരിക്കും നമ്മൾ അതിനെ സോൾവ് ചെയ്യുന്നത്. വിച്ച് മീൻസ് എന്താണ്, നമുക്കൊരു കറക്റ്റ് ഒരു വാല്യൂ രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഒരു അപ്രോക്സിമേഷൻ വാല്യൂ ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു മെയിൻ ഇഷ്യൂ അത് തന്നെ നമ്മുടെ പറയുന്നുണ്ട്. ന്യൂമറിക്കൽ പ്രോബ്ലത്തിന്റെ മെയിൻ ഇഷ്യൂ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എറർ അക്യുമുലേഷൻ ആണ്. അതായത് റൗണ്ട് ഓഫ് ചെയ്യുന്ന കേസിൽ വരുന്ന എറർ അക്യുമുലേഷൻ ആണ്. നമ്മൾ ഐട്രേറ്റീവ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുമ്പോൾ, ഫസ്റ്റ് ഐട്രേഷൻ നമ്മൾ പെർഫോം ചെയ്തു, നമുക്കൊരു വാല്യൂ കിട്ടി, അതിനെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തതാണ് നെക്സ്റ്റ് ഐട്രേഷനിലേക്ക് പോകുന്നത്. സോ റൗണ്ടിങ് ഓഫിൽ വരുമ്പോൾ അവിടെ ഒരു എറർ അക്യുമുലേഷൻ ആണ് ഉണ്ടാകുന്നത്. അത് ന്യൂമറിക്കൽ പ്രോബ്ലത്തിന്റെ ഒരു മെയിൻ ഇഷ്യൂ ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. 3 ടോപ്പിക്സ് ആണ് നമ്മൾ മനസ്സിലാക്കിയത്. ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് അൽഗരിതംസ് നമ്മൾ നോക്കി, ദെൻ അനാലിസിസ് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് അൽഗരിതംസ് നോക്കി, ദെൻ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതായിട്ടുള്ള ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി. ഓക്കെ, സോ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.